അപ്പോൾ കിട്ടിയ പണം മുഴുവൻ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വിചാരം ഇരുന്നത് കോവിഡ് വരുന്നിടം വരെ ഏതെങ്കിലും ഒരു കാരണവശാൽ പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ പണം കിട്ടുമെന്നായിരുന്നു. എന്നാൽ കോവിഡ് വന്നപ്പോൾ ഈ ഭൂമി വെറും വേസ്റ്റ് ആണെന്നുള്ളൊരു ചിന്ത വന്നു. 100 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാത്ത മനുഷ്യനായിരുന്നു. വേറെ ഒരിടത്തും എങ്ങും ഒരു പൈസ വകമാറ്റി വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലവഴിക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. വീടടക്കം 10-60 ഏക്കർ സ്ഥലമുണ്ട്. ടൗണിൽ തന്നെ ധാരാളം സ്ഥലമുണ്ട്. ബാംഗ്ലൂർ പട്ടണത്തിലുണ്ട്. വിവിധ സ്ഥലങ്ങളിലുണ്ട്. അതെല്ലാം കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എങ്ങനെയെങ്കിലും സാധുക്കളായ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഈ സ്റ്റാഫിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. സ്ഥാപനം ഒരിക്കലും കൊടുക്കരുത്. ശമ്പളം കൊടുക്കണം. സ്ഥാപനം വിൽക്കാൻ വേണമെങ്കിൽ എനിക്ക് വിറ്റ് എൻ്റെ കാര്യം നോക്കിയാൽ മതി. പക്ഷെ അത് തെറ്റായ ചിന്താഗതിയല്ലേ. 18.5 കോടി രൂപ ഫീൽഡിൽ കിട്ടാൻ കിടക്കുന്നു. ആരും പൈസ വന്നില്ല. കരഞ്ഞു ചോദിച്ചു ഡോക്ടേഴ്സിനോട്. പല ക്ലിനിക്കുകളും നിർത്തിപ്പോയി. ധാരാളം പ്രോഡക്റ്റുകൾ ഇരുന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഒരു സഹായം ചെയ്തു. 20% ലോൺ എക്സ്ട്രാ എടുക്കാമെന്ന് 28 കോടി രൂപ ലോൺ എടുത്തു. സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യത്തിന് വേണ്ടിയിട്ട്. ഇന്ന് 3 മാസത്തെ ശമ്പളം കൊടുക്കാൻ റിസർവ് ഫണ്ട് ഞങ്ങളുടെ കൈവശം ഇപ്പോൾ ബാങ്കിൽ കിടക്കുന്നുണ്ട്.